എറണാകുളം ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. നേര്യമംഗലം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം യുവാവ് സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് മൃതദേഹം കാണിച്ചുവെന്നും പറയുന്നു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? അരും കൊലയാണ്. ഈ സുഹൃത്തുക്കളെ പിന്നീട് ഇത് വീഡിയോ കോൾ വഴി പ്രതി കാണിച്ചു എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? നിതിൻ, റിജിത്ത്, രാവിലെ തന്നെ ഒരു കൊലപാതകത്തിന്റെ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് പ്രാഥമിക വിവരം മാത്രമാണ്. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. കൊല്ലം സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടതെന്ന ഒരു വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. നേര്യമംഗലം സ്വദേശിയായ സുഹൃത്തിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം. ഇന്നലെ അർദ്ധരാത്രി ഇവർ അവിടെ ലോഡ്ജിൽ റൂം എടുക്കുന്നു. അതിനുശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകമെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവർ ഇടയ്ക്കിടെ ഈ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ട്. ആലുവ നഗരത്തിൽ തന്നെയുള്ള ലോഡ്ജാണ്. ഇടയ്ക്കിടെ ലോഡ്ജിൽ വന്ന് താമസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വരുന്ന സമയത്ത് ഹോട്ടൽ ജീവനക്കാർക്കോ ലോഡ്ജ് ജീവനക്കാർക്കോ മറ്റ് സംശയങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോഡ്ജിനുള്ളിൽ വെച്ച് ഇവർ തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് ശേഷമാണ് ഷാൾ മുഴുക്കി ഈ യുവതിയെ കൊലപ്പെടുത്തുന്നത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് യുവാവ് തന്നെ തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതായിട്ട് വീഡിയോ കോളിലൂടെ കാണിക്കുന്നു. അങ്ങനെ ലോഡ്ജ് ജീവനക്കാരെ മുന്നേ തന്നെ ഈ വിവരം അറിഞ്ഞത് യുവാവിന്റെ സുഹൃത്തുക്കളാണ് പിന്നീട് പരിഭ്രാന്തരായി പോലീസിനെ വിവരം അറിയിച്ചത്. അങ്ങനെയാണ് ഈ കൊലപാതക വിവരം പോലീസ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഇവർ കാലങ്ങളായി ബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അതിനുശേഷം ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഹോട്ടൽ ജീവനക്കാരുടെ അടക്കം മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. അല്പസമയത്ത് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേര്യമംഗലം സ്വദേശിയായ യുവാവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റിജിത്ത്, ഇതിൻ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അതിൻ്റെ എന്താണ് ആ തർക്കം എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതലായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ആരിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടാനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവുന്നത്? ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഈ പ്രതി സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടിരുന്നോ? നിതിൻ, റിജിത്, കൊലപാതകത്തിന് ശേഷം യുവാവ്, അതായത് ഈ പ്രതി നേരെ സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ വിളിച്ച് താൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന വിവരമാണ് പങ്കുവച്ചത്. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. ഒരുപക്ഷെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ഇരുവരും അവിടെ എത്തിയെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. യുവാവിന്റെ സുഹൃത്തുക്കളെ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികൾ എന്തായാലും പോലീസ് വൈകാതെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അതുമാത്രമല്ല, നേരത്തെ ഇവർ തന്നെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു സുഹൃത്തുക്കൾ എന്ന നിലയിൽ തന്നെയാണ് ആ ഒരു ഇതിനെ പോലീസ് കാണുന്നത്. അതിനുശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ ഇവർ വീണ്ടും അവിടെ റൂം എടുക്കുകയും പിന്നീട് വിവാഹം ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവിടെ തർക്കമുണ്ടാവുകയും ആ തർക്കത്തിന് ശേഷമാണ് യുവാവ് ഷാൾ മുറുക്കി ഈ യുവതിയെ കൊലപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയുടെ സുഹൃത്തുക്കളെ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. എത്ര നാളുകളെ ഇവർ തമ്മിൽ ബന്ധമുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഉണ്ടായ തർക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ വിശദമായി തന്നെ പ്രതികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു വിശദമായ വിവരം പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ പ്രാഥമിക വിവരം എന്ന നിലയിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും യുവാവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ കൃത്യത്തിന് ശേഷം വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളെ വിവരം പങ്കുവച്ചത് നിർണായകമായി. അതിനുശേഷമാണ് ലോഡ്ജ് ജീവനക്കാരെ മുന്നേ തന്നെ ഈ യുവാവിന്റെ സുഹൃത്തുക്കൾ ഈ വിവരം അറിയും. പിന്നീട് യുവാക്കൾ തന്നെ, അതായത് ഈ സുഹൃത്തുക്കൾ തന്നെ പരിഭ്രാന്തരായി പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു കൃത്യം നടന്നതായ വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് തന്നെ ഇവരെ ഉടൻ തന്നെ അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം ലോഡ്ജിലുണ്ട്. അല്പസമയത്തിന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിങ്ങനെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കോളിലൂടെ ഈ ഗുരുതരമായ കുറ്റകൃത്യം കാണിക്കുക, കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടപ്പാക്കിയ കൊലപാതകം എന്ന വിലയിരുത്തലിലേക്കാണോ പോലീസ് പോകുന്നത്? നിതിൻ അംബുജൻ, നിലവിലിപ്പോൾ പോലീസ് അത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ, അതായത് അവിടെ എത്തിയപ്പോൾ ഉണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണോ, അപ്രതീക്ഷിതമായി നടത്തിയ കൊലപാതകമാണോ, അതല്ല മുൻകൂട്ടി ഇയാൾ തയ്യാറാക്കിയ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ അവിടെ റൂം എടുത്തതാണോ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവർ നേരത്തെയും ഇവിടെ താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിചിതമായ ലോഡ്ജാണ്. അവിടുത്തെ ആളുകളെല്ലാം തന്നെ ഈ ജീവനക്കാരിൽ തന്നെ പരിചിതമായ ആളുകളാണെന്ന വിവരമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർക്ക് മറ്റ് സംശയങ്ങളൊന്നും തന്നെ തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
കാര്യങ്ങൾ സംബന്ധിച്ച് അവിടെ തർക്കമുണ്ടായത്. ഒരുപക്ഷെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇരുവരും അവിടെ എത്തുന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്. അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് അവിടെ കൊലപാതകം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇതിനു മുൻപും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുവരുടെയും സംഭാഷണങ്ങൾ ഫോൺ അംബുജനാണ് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും പോലീസ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പങ്കുവെക്കേണ്ടതുണ്ട്.